ഞാൻ ഇവനെയും കൊണ്ടേ പോകൂ. അവസരവാദി വി ഡി സതീശനെ വിടാതെ പിടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ SNDP യോഗത്തെ തെരുവിലിട്ട് അധിക്ഷേപിക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളിയുടെ പുതിയ പരാതി. ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ? ഈ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് വെള്ളാപ്പള്ളി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, സതീശൻ എല്ലാ മതസാമുദായിക വിഭാഗങ്ങളെയും അധിക്ഷേപിക്കുകയും എന്നാൽ കാര്യം കാണാൻ രഹസ്യമായി ഇവരുടെ കാലുപിടിക്കുന്ന ഒരു നിലപാടില്ലാത്തവനും ഉപദേശവും ഊഞ്ഞാലാട്ടും ഒരുമിച്ച് നടത്തുന്ന ആളാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ SNDP യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. സവർണ ഫ്യൂഡൽ മാടമ്പി മാനസികാവസ്ഥയാണ് സതീശൻ്റേത്. എല്ലാ മതസാമുദായിക സംഘടനകളെയും നേരിട്ടും അല്ലാതെയും അധിക്ഷേപിക്കുന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിലൂന്നി രാജ്യം മുഴുവൻ പ്രചരണം നടത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും അറിവോടെയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കണം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ ഉൾപ്പെടെ അർഹമായ നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ രാഹുൽ ഗാന്ധിയെ സതീശൻ വെല്ലുവിളിക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത്? ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ SNDP യോഗത്തെ മാത്രമല്ല, ഗുരുദേവ ദർശനങ്ങളെ കൂടിയാണ് സതീശൻ ആക്ഷേപിക്കുന്നത്. ഇതാദ്യമായല്ല സതീശൻ SNDP യോഗത്തെ ആക്ഷേപിക്കുന്നത്. പറവൂരിൽ ഉൾപ്പെടെ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ മറന്നുകൊണ്ടാണ് സതീശൻ്റെ നീക്കങ്ങൾ. ശ്രീനാരായണ ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ തുടച്ചു നീക്കിയ ഉച്ച നീചത്വത്തിൻ്റെയും തൊട്ടുകൂടായ്മയുടെയും കാലത്തേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകുവാനാണ് സതീശൻ്റെ ശ്രമം. സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങില്ലെന്ന് വീമ്പിളക്കുന്ന സതീശൻ NSS ആസ്ഥാനത്ത് 1.5 മണിക്കൂർ തിണ്ണനിരങ്ങിയ കഥ പുറത്തു വന്നു കഴിഞ്ഞു. കൊച്ചി സീറോ മലബാർ സഭയുടെ സിനഡ് നടന്നപ്പോൾ അവിടെ മറ്റൊരു കാറിൽ ആരുമറിയാതെ സതീശൻ പോയത് എന്തിനാണെന്നും വെളിപ്പെടുത്തണം. ആരുമറിയാതെ തിണ്ണനിരങ്ങുന്ന സതീശൻ്റെ ഇരട്ട മുഖമാണിത്. SNDP യോഗത്തെ ആക്ഷേപിക്കുന്ന സതീശൻ ശിവഗിരിയിൽ പ്രസംഗിക്കുവാൻ പോയപ്പോൾ എന്തുകൊണ്ട് ഇതേ നിലപാട് സ്വീകരിച്ചില്ല? അത് സതീശൻ്റെ പ്രീണന നയവും ഇരട്ടത്താപ്പുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ SNDP യോഗത്തെ തിരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. സതീശൻ്റെ ജാതി സ്പിരിറ്റിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈഴവനായ K സുധാകരനെ ഒതുക്കിയത്. പറവൂരിൽ LDFും BJPയും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയും രാഹുൽ മാങ്കൂട്ടം പറവൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്താൽ ഈ പറവൂർ മാലിന്യത്തെ നമുക്ക് ഉറവിടത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. സതീശൻ്റെ കാശ് മേടിച്ച് തിന്ന് ഡൂക്കിലി സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ 5 തവണ തുടർച്ചയായി ഇട്ടുകൊണ്ടിരിക്കുന്ന CPIയും BDJSലെ ആരുമറിയാത്ത കക്ഷികളെ നേർച്ചക്കോഴികളാക്കുന്ന BJP കേരള ഘടകവും ഒന്ന് മനസ്സുവെച്ച് മിടുക്കരായ സ്ഥാനാർത്ഥികളെ പറവൂരിൽ ഇറക്കിയാൽ സതീശൻ ഇത്തവണ വനവാസത്തിന് പോകേണ്ടി വരും തീർച്ച. CPM വലിയ സെലിബ്രിറ്റികളെ ഒന്നും കൊണ്ട് ഇറക്കേണ്ട ആവശ്യമില്ല. പറവൂരിൽ കേക്കച്ചൻ അപമാനിക്കുവാൻ ശ്രമിച്ച ഷൈൻ ടീച്ചറെ ഇറക്കിയാൽ കേക്കച്ചൻ്റെ കട്ടയും മടവും അവർ മടക്കിക്കോളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.